ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2016 ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ സർക്കാർ വരുന്നതിന് 5 വർഷം മുമ്പുള്ളൊരു കാലം, അതായത് വി എസ് അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള 5 വർഷത്തെ ഒരു ഭരണം എന്ന് പറയുന്നത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു വളരെ നിർണായകമായ ഒരു ഗതിവ്യത്യാസം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സർക്കാരാണ്. എനിക്ക് തോന്നുന്നു ഈ ആരോഗ്യ മേഖലയിലെ ആദ്യത്തെ ഒരു കേരളത്തിൻ്റെ ഒരു എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാലത്തും ആരോഗ്യ മേഖലയ്ക്ക് ഒരു കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാ കാലത്തും നമുക്ക് വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ആരോഗ്യ മേഖല ഉണ്ടാക്കാനായിട്ട് കേരളം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ഇന്ന് കാണുന്ന പ്രയോജനത്തിൻ്റെ ഒരു ആദ്യ ഒരു ഘട്ടം സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2006-2011 ഗവൺമെൻറ് കാലത്താണ്. പല മേഖലയിലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർണായകമായിട്ടുള്ളൊരു മാറ്റങ്ങൾ വന്നിട്ടുള്ള കാലമാണത്. ആ കാലത്ത് നിന്ന് ഉണ്ടായിരുന്നൊരു 5 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ നമുക്ക് തിരിഞ്ഞു നോക്കിയാൽ ഞാൻ ആ കാലത്ത് ഡൽഹിയിൽ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ പല കേരളങ്ങൾക്കും അന്നാണെങ്കിൽ അതിൻ്റെ ഒരു വലിയ ഭാഗത്തോളം സമയം ശരിക്കും 2014 വരെ UPA സർക്കാരുമാണ്, അഥവാ കേന്ദ്രത്തിലും കേരളത്തിലും ഒരേ ഗവർണൻസ് ഉണ്ടായിരുന്നൊരു കാലമാണ് 2011-16 എന്ന് പറയുന്ന കാലം. ആ കാലത്ത് അതിൻ്റെ ഒരു പ്രയോജനം കേരളത്തിന് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല, കേരളത്തിലെ ഈ പൊതുഗതാഗതം തുടങ്ങിയിട്ട് എല്ലാ മേഖലകളിലും വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അക്കാലത്ത്. കേരളത്തിലെ റോഡുകളെക്കുറിച്ചുള്ള നിർണായകമായ പ്രശ്നങ്ങൾ, ഇപ്പോൾ മന്ത്രി വന്നിട്ട് ആര്യാടൻ മുഹമ്മദിനെ പോലൊരു മന്ത്രി വന്നിട്ട് ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രക്ഷയില്ല എന്ന് പറയുന്നു. അതേപോലെ KSRTC നഷ്ടമാണ്, അത് നമ്മളെക്കൊണ്ട് പിടിച്ചു നിർത്താനായിട്ട് പറ്റില്ല എന്ന് ഗവൺമെൻറ് തന്നെ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലൊരു നമ്മളൊരു പരാജയം സംഭവിച്ച അല്ലെങ്കിൽ സമ്മതിക്കുന്ന ഒരു ഗവൺമെൻറ് രീതിയിൽ അതിന് ഒരു പക്ഷേ അക്കാലത്ത് ഗവൺമെൻറ്റിനെ പിടിച്ചു നിർത്തിയിട്ടുള്ള ഒരേ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിട്ടുള്ളൊരു പൊതുസമ്മതിയായിരുന്നു. ആ സമയത്ത് പ്രത്യേകിച്ച് മാധ്യമങ്ങളിലെ എല്ലാവരുടെയും വലിയ പിന്തുണ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ കേരളത്തിൽ ഉടനീളം നടന്നിട്ടുള്ള മറ്റേ പരാതി സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനത്തിനൊക്കെ ഒരുതരം ജനസമ്മതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും ഒരു ഗവൺമെൻറ്റിനെ പിടിച്ചു നിർത്താൻ പാകത്തിനുള്ളൊരു ശേഷി ഉണ്ടായിരുന്നില്ല, വളരെ വലിയ. അതിൽ നിന്ന് നമുക്ക് 2016 മുതൽ ഇപ്പോൾ കഴിഞ്ഞൊരു 10 വർഷം നീണ്ടു നിൽക്കുന്നൊരു ഭരണം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് ഗവർണൻസ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അനുഭവിക്കാമെന്നുള്ളതാണ്. അതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു മാറ്റം വന്നത്. ഗവർണൻസ് അനുഭവിക്കാൻ പറ്റുന്നു. നമുക്ക് ആദ്യത്തെ 5 വർഷം പിന്നെ സവിശേഷമായ സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയൊരു 5 വർഷമാണ്. കാരണം നമ്മൾ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത വെള്ളപ്പൊക്കം പോലെയുള്ള ദുരിതം അനുഭവിച്ചു. നമ്മൾ നിപ്പ അതിലൂടെ കടന്നുപോയി. നമുക്ക് കൊറോണ കാലം പിന്നിടേണ്ടി വന്നു. അങ്ങനെ കേരളത്തിൻ്റെ എല്ലാ മേഖലയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന് ഏറ്റവും ക്രൂഷ്യലായിരുന്ന 5 വർഷമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ജനത്തിന് ഓരോ മനുഷ്യർക്കും ഒരു സർക്കാർ നമുക്കൊപ്പം ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ടായി. കേരളത്തിൻ്റെ ഹിസ്റ്ററിയിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ എനിക്ക് തോന്നിട്ടില്ല മറ്റേതെങ്കിലും ഒരു ഭൂവിഭാഗത്തിൽ അവരുടെ ഒരു ഭരണത്തലവൻ സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് TV-ക്ക് മുന്നിൽ ഒരു ജനത മുഴുവൻ കാത്തിരിക്കുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നു. ഇപ്പം എല്ലാ വ്യത്യാസങ്ങളും കേരളം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇടതുപക്ഷത്തിന് അങ്ങനെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥലമൊന്നുമല്ല. പിണറായി വിജയനാകട്ടെ കേരളത്തിൽ പക്ഷേ ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം നേരിട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരിക്കും. അദ്ദേഹത്തെ പോലെ ഒരു പൊതുവിമർശനം നേരിട്ടിട്ടുള്ള ഒരാൾ ചിലപ്പോൾ ഉണ്ടാവില്ല. അങ്ങനെ ഒരാൾ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്ന സമയത്ത് അയാൾ ഭരണത്തലവനെ ഇരിക്കുന്നു, അയാൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കാനായിട്ട് ഒരു ജനത മുഴുവൻ വൈകുന്നേരം 6 മണിയാകുമ്പോൾ TV-യുടെ മുന്നിൽ നിലയുറപ്പിക്കുന്നു പറയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അത്തരം ഒരു സവിശേഷത്തിലേക്ക് അഥവാ ഗവർണൻസ് എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് ഏറ്റവും അടുത്ത് എത്തുന്നൊരു കാലമായിരുന്നു. അപ്പോൾ ആ കാലത്ത് നിന്ന് ഉണ്ടായിരുന്ന 5 വർഷം, അതിനുശേഷമുള്ള 5 വർഷം നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തെ മുഴുവൻ തകർത്ത് കളഞ്ഞുകൊണ്ട് കേരളത്തിന് അവകാശപ്പെടുന്ന ഒരു തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളോ
അല്ലെങ്കിൽ അവകാശപ്പെടുന്ന ഈ പറഞ്ഞ നികുതി വിഹിതങ്ങളോ ഒന്നും തരാത്ത കേന്ദ്രം നമ്മളെ ബുദ്ധിമുട്ടിച്ചിരുന്നൊരു കാലമാണ്. അത്തരമൊരു കാലത്ത് നമുക്ക് അനുഭവപ്പെടേണ്ട പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ അനുഭവപ്പെടുന്നില്ല. ലൈഫ് പദ്ധതി പോലുള്ളൊരു പദ്ധതി എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിന് മാത്രം വിഭാവനം ചെയ്യാൻ പറ്റുന്ന, നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ്. 5 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കുക സർക്കാർ, അടച്ചുറപ്പും ജീവിത ഭദ്രതയും നൽകുക എന്നുള്ളത്. ഒരു തരത്തിലും നമുക്ക് അതിനൊക്കെ താരതമ്യം ചെയ്യാവുന്ന വലിയ ഉദാഹരണങ്ങളൊന്നും മറ്റു സ്ഥലത്തുണ്ടാവില്ല. കഴിഞ്ഞ മറ്റേ സർക്കാരിൻ്റെ അവസാന കാലത്ത് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് എത്ര വീടുണ്ടാക്കി കൊടുത്തു എന്നുള്ളത് പറയുന്നുണ്ട്. 450ഓളം വീടുകളോ മറ്റോ ആണ് ആ ഗവൺമെൻറ്റിൻ്റെ 5 കാലത്തുണ്ടാക്കി കൊടുത്തത്. അവിടെ നിന്നാണ് ഈ 5 ലക്ഷം വീടുകളിലേക്ക് നമ്മൾ കുതിച്ചു ചാടുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ലൈഫ് പദ്ധതി അടക്കമുള്ള പദ്ധതികൾ, ജനക്ഷേമ പരിപാടികൾ, ഇതിൻ്റെ ഭാഗമായിട്ട് സാധാരണ മനുഷ്യന് ലഭിക്കുന്നത് അവരുടെ ആത്മാഭിമാനമാണ്. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ കേരളത്തിൽ നിർമ്മിച്ച് നൽകിയിട്ടുള്ള ഒരു വീടിൻ്റെ പുറത്തും ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ പേരോ മുഖ്യമന്ത്രിയുടെ പേരോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മറ്റ് തെലുങ്കാനയിൽ നിർമ്മിച്ചു കൊടുത്തതുപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇന്ദിര ഇല്ലം എന്ന് എഴുതി വച്ചിട്ടുള്ള ത്രിവർണ്ണ ഛായ അടിച്ചിട്ടുള്ള വീടുകളോ ഒന്നുമല്ല. ആളുകൾക്ക് അവരുടെക്ക് അഭിമാനത്തോടെ താമസിക്കാൻ പറ്റുന്നൊരു വീട്, ആ വീട് മാത്രം. ഇപ്പം മുണ്ടക്കൈ ചുരൽമല പദ്ധതി നമ്മളൊന്ന് എടുത്തു നോക്കുക. എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ വീട് മാത്രമല്ല, അതൊരു ആവാസ വ്യവസ്ഥയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അവിടെ കളിസ്ഥലമുണ്ട്, അവിടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട്, അവിടെ ഒരു മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ട ജീവിത പരിസരമാണ്. അതൊരു വീട് മാത്രമല്ല. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഒരു അഭിമാനം കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇവിടുത്തെ സാധാരണ മനുഷ്യർക്ക് കിട്ടുന്ന ഈ മറ്റേ ഈ പറയുന്ന പെൻഷൻ പദ്ധതിയായിട്ട് കിട്ടുന്ന ഈ ക്ഷേമ പരിപാടികളുടെ കൂടെ കിട്ടുന്ന പണം എന്ന് പറയുന്നത് അവർക്ക് പ്രായമായ മനുഷ്യർക്ക് അവരവരുടെ ജീവിതത്തിൽ അവരുടെ മക്കളെ ആശ്രയിക്കാതെ അവർക്കിഷ്ടമുള്ള, ചിലർക്ക് മറ്റൊരു ഇതിന് വേണ്ടിയിട്ട് നിത്യജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. ചിലർ അതായിരിക്കില്ല, ചിലർ മറ്റേ പള്ളികളിലോ ക്ഷേത്രത്തിനോ പോകാനായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവുമായിരിക്കും. മറ്റെന്തെങ്കിലും കാര്യത്തിൽ അവരുടെ സന്തോഷത്തിനും അവരുടെ ആത്മാഭിമാനത്തിനും ഉള്ളൊരു അംഗീകാരം കൂടിയായിട്ടാണ് ഈ തുക കിട്ടുന്നത്. അഥവാ ഈ സർക്കാരിൽ നിന്ന് കിട്ടുന്നൊരു തുകയ്ക്ക് നമ്മൾ അർഹരാണ്, നമ്മൾ ഈ നാട്ടിലെ മനുഷ്യരാണ് എന്നുള്ള രീതിയിൽ. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ മനുഷ്യർക്ക് പലതരത്തിലുള്ള അഭിമാനത്തിനുള്ള ഒരു വകയുണ്ട്. പല ഇൻഡെക്സുകളിലും കേരളം ഇക്കാലത്ത് നാഷണൽ ആവറേജിന് എത്രയോ മുകളിലാണ്. നമുക്ക് യൂറോപ്പിലെ ആരോഗ്യ അവസ്ഥകളോട് കിടപിടയ്ക്കാവുന്ന ഒരു ആരോഗ്യ സംവിധാനം നമ്മളുണ്ട്. നമ്മുടെ പൊതുവിദ്യാഭ്യാസം എന്നുള്ളത് സാർവത്രികവും സൗജന്യവുമായിട്ട് ലഭിക്കുന്നു എന്ന് മാത്രമല്ല, അതിൽ അഭിമാനത്തിൻ്റെ അളവുകളുണ്ട്. കുട്ടികളെ ഫീസ് കൊടുക്കാത്തതിൻ്റെ പുറത്ത് ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്താനായിട്ട് പറ്റില്ല. ഏതെങ്കിലും തരത്തിലുള്ള മറ്റേ കുട്ടികളുടെ വിനോദയാത്രാ പദ്ധതികളിൽ ഒരു കുട്ടിക്ക് പണമില്ല എന്നുള്ളതുകൊണ്ട് അവരെ അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. തുടങ്ങിയിട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മനുഷ്യന് ഒരു ആശ്വാസം നൽകുന്ന പല പരിപാടികളും കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അഭിമാനം പകരുന്ന തരത്തിലുള്ള പല നടപടികളും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ കേരളം വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വർഷങ്ങളായിട്ട് ആർജിച്ചെടുത്തിട്ടുള്ള പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട്, നമ്മുടെ വിദ്യാഭ്യാസ പരിപാടികളുണ്ട്, എല്ലാം ഉണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പുറത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ വളരെ അനീതി നിറഞ്ഞ സമീപനങ്ങൾ, ഇതെല്ലാം കേരളത്തിനുണ്ടായിട്ടും കേരളം നമുക്കറിയാവുന്ന പോലെ തന്നെ വലിയ വ്യവസായ മാറ്റങ്ങൾക്ക് സാധ്യതയുള്ള സ്ഥലമല്ല. കാരണം കേരളത്തിൽ സ്ഥലമില്ല. എന്നിട്ട് പോലും ഇവിടെ വ്യവസായ സൗഹൃദമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ സാധിച്ചു. നമുക്ക് IT
പല സ്ഥലങ്ങളിലേക്കുമുള്ള വ്യവസായ പരിപാടികളിലേക്ക് ഇവിടേക്ക് വന്നു. നമ്മളുടെ ഒരു കേരളം കുറേ കൂടി വ്യവസായ സൗഹൃദമായി, കുറേ കൂടി ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന സ്ഥലമായി മാറി. ഇതെല്ലാം ആയിരിക്കുമ്പോഴും കേരളത്തിനെതിരെ സ്വാഭാവികമായിട്ടും വലിയ പ്രചരണം ഉണ്ടാകുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ അവബോധം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോഴും സംഘപരിവാറിന് വലിയ തോതിലുള്ള ഒരു വേരുണ്ടാക്കാനായിട്ട് പറ്റിയിട്ടില്ല. കേരളം ആ രീതിയിൽ ഇപ്പോൾ ഫാറൂഖ് അബ്ദുള്ളയെ പോലെ കശ്മീരിലെ വളരെ ദീർഘകാലത്തെ ചരിത്രമുള്ള നമ്മുടെ ഏറ്റവും വടക്കേറ്റത്തുള്ള ഒരു സ്റ്റേറ്റിൻ്റെ ഹെഡായിരുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇന്ത്യയുടെ സ്വാതന്ത്ര്യകാലം മുതൽ വളരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ നിർണായകമായിട്ടുള്ള പല രാഷ്ട്രീയത്തിൽ ഇടപെട്ട കുടുംബത്തിലൊരു അംഗം കേരളത്തിൽ ഈ 90ാമത്തെ വയസ്സിൽ വന്നിട്ട് കേരളം എന്ന് പറയുന്നത് ആ തുരുത്ത് എത്രമാത്രം ഈ രാജ്യത്ത് പ്രധാനമാണ് എന്നും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു വലിയൊരു താവളമായിട്ട് കേരളത്തിലെ കാണുന്നു എന്ന് പറയുകയും ചെയ്യുന്നത് വളരെ നിസ്സാരപ്പെട്ട കാര്യമല്ല. അത് ദേശീയ തലത്തിൽ സംഘപരിവാറിന് വലിയൊരു ഭീഷണി. അതുകൊണ്ടാണ് കേരളത്തിലെ 20 സീറ്റുകളെ ചൊല്ലിയല്ല അവരെ പ്രശ്നം, മറിച്ച് കേരളം ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണെന്നും രാഷ്ട്രീയമാണെന്നും ദേശീയ തലത്തിൽ മതേതര ജനാധിപത്യവാദികൾക്കിടയിലൊള്ള ഒരു വിശ്വാസമുണ്ടല്ലോ, ആ വിശ്വാസത്തിനെ തകർക്കാനാണ് ഈ കേരള സ്റ്റോറികൾ വരുന്നത്. അത് കർണാടകയിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. കർണാടകയിലെ രാഷ്ട്രീയത്തിൻ്റെയോ സ്വഭാവമോ, കർണാടകയിലെ BJPയും കോൺഗ്രസും മാറി മാറി ഭരിക്കുന്നുണ്ട്. രണ്ട് കൂട്ടർക്കും ചില സമയത്ത് അടിസ്ഥാനപരമായിട്ട് ഒരേ സ്വഭാവം പുലർത്തുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലുമെല്ലാം ഈ കോൺഗ്രസും BJPയും മാറി മാറി ഭരിക്കാറുണ്ട്. പക്ഷേ ഇവരുടെ രാഷ്ട്രീയ ധാരകൾ പല സമയത്തും ഒരേപോലെ ഇരിക്കും. ഇപ്പോൾ മധ്യപ്രദേശിൽ സന്യാസിമാരെ തന്നെ മുൻനിർത്തിയായിരുന്നു മറ്റേ ഇലക്ഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് കോൺഗ്രസ് ശ്രമിച്ചത്. ബാബരി മസ്ജിദ് അതിൻ്റെ അവിടെ പള്ളിക്ക് രാമക്ഷേത്രം ഉണ്ടാക്കാനായിട്ട് ഞങ്ങളാണ് കൂടുതൽ പ്രയത്നിച്ചത് എന്ന് കോൺഗ്രസ് ആ സമയത്ത് അവിടെ വാദിച്ചിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ നടക്കുന്നു. പക്ഷേ ഇവിടെ അതല്ല, മറിച്ച് ഇവിടെ BJP പൂർണ്ണമായിട്ടും അവരുടെ നരേറ്റീവ്സിനെ പുറത്ത് നിർത്തിയിട്ടാണ് കേരളത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള ചർച്ച പോലും ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിനെതിരെയുള്ള വലിയ തോതിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കും. മാത്രമല്ല ഇന്ത്യയിൽ ഒരുപക്ഷെ മുസ്ലിം സമൂഹം സുരക്ഷിതമായിട്ട് ജീവിക്കുന്ന, അവരുടെ ഇച്ഛ പോലെ ജീവിക്കുന്ന ഒരേ ഒരു സ്ഥലമായിരിക്കും കേരളം. എന്ന് വെച്ചിട്ട് മറ്റേ പരിപൂർണമായും ഒരു മറ്റേ പ്രശ്നരഹിതമായ ഒരു സംസ്ഥാനമാണ് കേരളം എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭരണവും അങ്ങനെയില്ല. നമ്മൾ എങ്ങനെയാണ് ഭരണത്തെ കാണുന്നത്, നമ്മൾ എങ്ങനെയാണ് ഒരു നാട്ടിലെ ഭരണവ്യവസ്ഥ കാണുന്നത്? ഒന്നുകിൽ ആ നാട്ടിലെ മുൻകാല ഭരണങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കിയിട്ട്, അല്ലെങ്കിൽ ഈ നാട്ടിലെ മറ്റ് സ്റ്റേറ്റുകളിലെ ഭരണങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി, അങ്ങനെയേ നമുക്ക് ഒരു വ്യവസ്ഥയെ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണം നടക്കുന്ന സ്ഥലമാണ് കേരളമെന്നോ, ഇവിടെയുള്ള മനുഷ്യർക്ക് യാതൊരു പ്രശ്നമില്ലെന്നോ, ഇവിടുത്തെ ദളിതരും മുസ്ലിങ്ങളും യാതൊരു തരത്തിലുള്ള വിവേചനം നേരിടുന്നില്ല ഇല്ല എന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതെല്ലാം ഉണ്ട്, അത്തരം പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അതിനെ നമ്മൾ ഇന്ത്യയിലെ മറ്റു വിഭാഗങ്ങളുമായിട്ട് സ്ഥലങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇവിടെ കുറവാണ്. മുൻ ഭരണകാലങ്ങളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മെച്ചപ്പെട്ടൊരു ജീവിതമാണ് നമുക്കുള്ളത്. ഈ സമയത്തും നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു നരേറ്റീവ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ നരേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നരേറ്റീവ് വെച്ച് മാത്രമാണ് ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷത്തിനെ തകർക്കാനായിട്ട് പ്രതിപക്ഷത്തിന് കഴിയുക. കാരണം വെച്ചെങ്കിൽ ഒരേ ഒരു നരേറ്റീവാണ് വിജയിക്കുന്നത്. അത് എന്ന് പറയുന്നത് BJPയുമായിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് കഴിഞ്ഞ രണ്ട് പാർലമെൻറ്റ് ഇലക്ഷൻസ് അറിയാം. ഈ രണ്ട് പാർലമെൻറ്റ് ഇലക്ഷൻസിലും കോൺഗ്രസിനെ വിജയിപ്പിക്കുന്നത് കോൺഗ്രസിൻ്റെ എന്തെങ്കിലും സവിശേഷമായ ഒരു ഗുണം കൊണ്ടോ കോൺഗ്രസ്സിന് കേരളത്തിലുള്ള വലിയ വേരോട്ടം കൊണ്ടോ അല്ല, മറിച്ച് കേരള സമൂഹത്തിൻ്റെ BJP ആയിട്ടുള്ള സംഘപരിവാറായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധം കൊണ്ടുകൂടിയാണ്. കേരളം ഒന്നടങ്കം നിന്നിട്ട് കേന്ദ്രത്തിൽ ഏതെങ്കിലും തരത്തിൽ BJP സർക്കാരിനെ അട്ടിമറിക്കാനായിട്ടൊരു സാധ്യതയുണ്ടെങ്കിൽ അതിന് കേരള ജനതയുടെ സംഭാവന കുറയരുത് എന്നുള്ളത് ഓരോരുത്തരും വിചാരിച്ചിട്ടാണ് ഈ തരത്തിൽ ഒരു വോട്ടുകൂടൽ നടക്കുന്നത്. അത്തരത്തിൽ ഒരു സംഘപരിവാർ വിരുദ്ധമായ ഒരു രാഷ്ട്രീയ മനസ്സുള്ള കേരളത്തിന് ഇടതുപക്ഷത്തിന് തോൽപ്പിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സംഘപരിവാറുമായിട്ട് താരതമ്യപ്പെടുത്തുക എന്നുള്ളതാണ്. പിണറായി വിജയനെ മുണ്ടുടുത്ത മോഡിയാക്കുക.
അതിനിവർക്ക് യാതൊരു തരത്തിലുള്ള എളുപ്പബുദ്ധിയാണ്. ഇവർക്ക് ഫാഷിസത്തെക്കുറിച്ചിട്ട് യാതൊരു ധാരണയില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഫാഷിസത്തിനോട്ട് വേറെ തരത്തിൽ സമരസപ്പെട്ടു പോയതുകൊണ്ടാണ് അത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത്. ഒരു കാരണവശാലും താരതമ്യപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മോഹൻലാലും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒരു അഭിമുഖത്തിന് ഒരു മുതിർന്ന ജേർണലിസ്റ്റ് അടക്കമുള്ള ആളുകൾ മറ്റേ അക്ഷയ് കുമാറും നരേന്ദ്രമോദിയുമായിട്ടുള്ള അഭിമുഖവുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടുണ്ടായി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിരുത്തരവാദിത്വം എന്നാണോ നമ്മൾ വിളിക്കേണ്ടത്, നേവിറ്റി എന്നാണോ നമ്മൾ വിളിക്കേണ്ടത് എന്നറിയാൻ പാടില്ല. അതൊരു തരത്തിലുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ കുറവായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും. കാരണം ഒരു കാരണവശാലും താരതമ്യപ്പെടുത്താൻ പറ്റാത്ത രണ്ട് രാഷ്ട്രീയ ധാരകളാണ്. രണ്ടാമത്തെ കാര്യം, ഇത് ഈ ഒരു തരത്തിൽ ഇവിടെ അനുദിനം എന്നോണം ഇവിടെ മാധ്യമങ്ങളുമായിട്ട് ഇടപഴകിയിരുന്ന ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് യാതൊരു അഭിമുഖവും കൊടുക്കാത്ത, ഒരു തരത്തിലും മറ്റേ മാധ്യമങ്ങളെ നേരിടാൻ തയ്യാറല്ലാത്ത, മാധ്യമങ്ങളുടെ ഒരു ലാളനയിൽ മാത്രം ജീവിക്കുന്ന ഒരു ഫാഷിസ്റ്റ് സർക്കാരിൻ്റെ ഹെഡും ഇവിടെയുള്ള സകലമാന മാധ്യമങ്ങളാൽ അനുദിനം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന, അനുദിനം മാധ്യമങ്ങളുമായിട്ട് വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി നൽകുന്ന അഭിമുഖവും തമ്മിൽ താരതമ്യപ്പെടുത്തുക. രണ്ട്, അക്ഷയ് കുമാർ എന്ന് പറയുന്നൊരു നടൻ എന്ന് പറയുന്നത് ഈ സംഘപരിവാറിൻ്റെ തണലിൽ മാത്രം വളർന്നു വന്നൊരു സൂപ്പർ സ്റ്റാറാണ്. മോഹൻലാലായിക്കോട്ടെ ഒരു കാലത്തും ഇടതുപക്ഷ ഒരു ആഭിമുഖ്യം പ്രകടിപ്പിക്കാത്ത, ഇടതുപക്ഷത്തിന് വിരുദ്ധമായിട്ടുള്ള, ഇടതുപക്ഷം ഏതൊരാശയത്തെയാണോ മുന്നോട്ട് വയ്ക്കുന്നത് ആ ആശയത്തിന് വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയം ഉള്ള ഒരാളാണ് അദ്ദേഹം. നരേന്ദ്രമോദിയെ മുൻപ് പുകഴ്ത്തി സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരാൾ എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ കേരളത്തിൽ ഒരേ ഒരു പ്രസക്തി എന്ന് പറയുന്നത്, മോഹൻലാൽ കേരളം കണ്ടിട്ടുള്ള, ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച നടന്മാരിലൊരാളാണ്. നമ്മുടെ കാലത്ത് ലോകത്ത് തന്നെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആർട്ടിസ്റ്റുകളുടെ ഒരാളായിട്ടാണ്. ആ രീതിയിലുള്ളൊരു പ്രസക്തിയാണ് മോഹൻലാലിനുള്ളത്. മോഹൻലാലിനെ അക്ഷയ് കുമാറായിട്ട് താരതമ്യപ്പെടുത്തുന്നത് പോലും ഭയങ്കര അനീതിയാണ്. അതോടൊപ്പമാണ് ഇത്തരത്തിൽ. മാത്രമല്ല, കേരളത്തിൽ ഇത് മുമ്പ് കണ്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഉമ്മൻചാണ്ടിയുമായിട്ട് മോഹൻലാൽ അഭിമുഖം നടത്തിയിട്ടുണ്ട്. നേരത്തെ ശ്രീനിവാസനും ഇതേപോലെ തന്നെ പിണറായി വിജയനുമായിട്ടുള്ള അഭിമുഖം വന്നിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചുള്ള ഒരു പുതുമയുള്ള കാര്യം ഒന്നുമല്ല. പക്ഷേ നരേറ്റീവുകൾക്ക്, അവർക്ക് താല്പര്യമുള്ള നരേറ്റീവുകൾക്ക് അനുസരിച്ച് ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളുണ്ടാക്കുക, BJP സിസ്റ്റവുമായിട്ട് ലെഫ്റ്റിനെ കൂട്ടിച്ചേർത്ത് വായിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരന്തരമായി BJPയുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന, കായികമായിട്ട് പോലും BJPയുമായിട്ട് നിരന്തരം ഒരു തരത്തിൽ സംഘർഷത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷം. രണ്ട്, 1990-കൾ മുതൽ കേരളത്തിൽ ബാബരി പള്ളി ഇഷ്യൂ ഇന്ത്യയിൽ ബാബരി പള്ളി ഇഷ്യൂ ആരംഭിക്കുന്നത് മുതലാണ് ഇന്ത്യയിലെ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ വളരെ പോളറൈസ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയമായിട്ട് മാറുന്നത്. അതിനുശേഷം BJPയുമായിട്ട് ഒരു തരത്തിലും സഹകരിക്കാത്ത കോൺഗ്രസ് ഇതര പാർട്ടികളിൽ ഒരുപക്ഷെ ഒരു RJDയോ ഒരു ലെഫ്റ്റിനെയോ മാത്രമേ നമുക്ക് ഇന്ത്യയിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുള്ളൂ. തൃണമൂൽ കോൺഗ്രസ് പോലെയുള്ള പാർട്ടി ഗുജറാത്ത് ജനസൈഡിൻ്റെ കാലത്ത്, ഗുജറാത്ത് വംശഹത്യയുടെ കാലത്ത് BJPയുടെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ആളാണ് മമതാ ബാനർജി. അതിനുശേഷം കാശ്മീരിലെ പാർട്ടികളായിക്കോട്ടെ, ഇവിടുത്തെ പല പാർട്ടികളായിക്കോട്ടെ BJP ഗവൺമെൻറ്റുമായിട്ട് സഖ്യത്തിലേക്ക് പോയിട്ടുണ്ട്, അവരുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അതില്ലാതിരിക്കുന്ന ഒരേ ഒരു കൂട്ടർ എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇടതുപക്ഷത്തിനെയാണ് ഈ പറയുന്ന രീതിയിൽ ഇപ്പോഴത്തെ BJP എന്ന് പറയുന്നത് പഴയ കോൺഗ്രസ്സുകാരാണെന്ന് അറിയാം. ആ കോൺഗ്രസ്സുകാരുടെ ഭാവനാവിലാസത്തിൽ ഉയർന്നു വരുന്ന കാര്യങ്ങളാണ് പലതും BJPയിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് ഈ പറയുന്ന രീതിയിൽ ഇവിടെ ഈ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ പലതും ഈ ഇടതുപക്ഷത്തെ BJPയുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത്. അത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ഇറസ്പോൺസിബിളായിട്ടൊരു കാര്യമാണ്. പക്ഷേ നിരന്തരമായിട്ടുള്ള ഈ പ്രചരണം, വളരെ സെൻസിറ്റീവായിട്ടുള്ള ജീവിതമാണ്, ഇവിടുത്തെ ഭയങ്കര
നശിപ്പിക്കുന്നൊരു ജീവിതമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടേത്. അതിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ താരതമ്യേന കുറവാണെങ്കിലും അനുദിനം പൗരത്വം നഷ്ടപ്പെടുമെന്നുള്ള ഭീതി അടക്കം നേരിടുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, നിങ്ങളുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ അയാൾ ഈ പറയുന്ന രീതിയിൽ സംഘപരിവാറിൻ്റെ ആളുകളാണ് എന്നുള്ള നിരന്തര പ്രചരണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിനെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ പ്രചരണം ഒരുപക്ഷെ ബാധിച്ചേക്കാം ആളുകൾ പരിപൂർണമായിട്ടും. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നതും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ, ഇടതുപക്ഷ സർക്കാരിനോട് ഇടതുപക്ഷത്തെ ആളുകളോട് ഇത് കാണിക്കുന്നത്. ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ എം സ്വരാജിനെ പോലൊരു ഒരുപക്ഷെ ഏറ്റവും വോക്കലായിട്ടുള്ള ആൻറ്റി RSS രാഷ്ട്രീയമുള്ള ആൻറ്റി സംഘപരിവാർ രാഷ്ട്രീയമുള്ള ഒരാൾ, ശൈലജ ടീച്ചറെ പോലെ ഏറ്റവും ശക്തമായ രീതിയിൽ ഇതിപ്പോൾ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരാൾ, പിണറായി വിജയനെ പോലെ ഒരാൾ, ഇവരെയൊക്കെയാണ്, അതായത് കേരളത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ലെഫ്റ്റ് ലീഡേഴ്സ് ആരുണ്ടോ അവരെ തെരഞ്ഞെടുത്ത് സംഘപരിവാറിൻ്റെ ആളുകളാക്കി പ്രചരിപ്പിച്ച് അവതരിപ്പിക്കുക എന്നുള്ള ഏറ്റവും ഹീനമായിട്ടുള്ളൊരു തന്ത്രം അവിടെ ഉണ്ടായി വരുന്നുണ്ട്. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിനെ ഒരു തരത്തിലുള്ളൊരു വിദ്വേഷത്തിൻ്റെ ഒരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോവുക. ഇവിടെ എല്ലാം മറ്റേ ഹിന്ദു മുസ്ലിം സിസ്റ്റത്തിലേക്ക്, അത് BJP എങ്ങനെയാണോ കേന്ദ്രത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് അതേപോലെ തന്നെ കേരളത്തിൻ്റെ നരേറ്റീവ് മുഴുവൻ ഈ ഹിന്ദു മുസ്ലിം സംഭവത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ BJP ആഗ്രഹിക്കുന്നത്. അത് തന്നെ ആഗ്രഹിക്കുന്ന ആളാണ്, അത് തന്നെയാണ് അവർക്ക് താഴത്തിൽ വെച്ച് കൊടുക്കാനായിട്ട് പല നരേറ്റീവുകളും ഇതേപോലെ ഇപ്പോഴത്തെ ഒരു UDFൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പലരും ചെയ്യുന്നത്. അത് ഭയങ്കര കേരളത്തിനെ സംബന്ധിച്ചോളം വിനാശകരമായിട്ടുള്ള രാഷ്ട്രീയമാണ്. അല്ല, ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുണ്ടാക്കുന്നൊരു നരേറ്റീവ്, അതായത് ഇപ്പോൾ ഇവിടുത്തെ ഒരു കോൺഗ്രസ്സിലെ ഒരു നേതാവ് പോലും ഇവിടുത്തെ ഒരു മുസ്ലിം വിഷയങ്ങളിൽ, ഒരു ദേശീയ മുസ്ലിം പ്രശ്നങ്ങളിൽ, ഈവൻ ദേശീയ പ്രശ്നങ്ങളിൽ ഒന്നടങ്കം യാതൊരു തരത്തിലുള്ള പ്രതികരണം നടത്താറില്ല. രാഹുൽ ഗാന്ധി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഷെയർ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് പലസ്തീൻ ഇഷ്യൂ ആയിക്കോട്ടെ, പൗരത്വ പ്രശ്നങ്ങളായിക്കോട്ടെ, ഇപ്പോൾ ഉത്തരേന്ത്യയിൽ പല സമയത്തും മുസ്ലിങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രൂരമായിട്ടുള്ള ആക്രമണങ്ങളായിക്കോട്ടെ, കഴിഞ്ഞ പെരുന്നാളിൻ്റെ സമയത്ത് മുസ്ലിങ്ങളെ ഉത്തർപ്രദേശിൽ വെള്ളിയാഴ്ച പെരുന്നാളിൻ്റെ സമയത്തുള്ള വെള്ളിയാഴ്ച നിസ്കരിക്കാനായിട്ട് പുറത്തു പോകാനായിട്ട് അനുവദിച്ചിട്ടില്ല. പള്ളികൾ അടച്ചിടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഹോളിയുടെ ദിവസമായതുകൊണ്ടാണ് ഇവർ പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ പെരുന്നാളിൻ്റെ സമയത്ത് പള്ളിപ്പുറത്തിനപ്പുറത്തേക്ക് ഒരാളെങ്ങാൻ നിന്ന് നിസ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഇവിടെ വീട്ടിൽ അവരുടെ പാസ്പോർട്ടും റേഷൻ കാർഡും റദ്ദാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഉടനീളം ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ഇതിനോട് പ്രതികരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഏറ്റവും കൂടുതൽ പാർലമെൻറ്റിൽ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളായിരുന്നു, ഇത് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ജോൺ ബ്രിട്ടാസ്. ഈ ജോൺ ബ്രിട്ടാസിനെ നുണ പറഞ്ഞ് ഒരു BJP ആയിട്ടുള്ളൊരു പാലത്തിൻ്റെ ആളായിട്ട് വെച്ചാൽ ഈ നരേറ്റീവ് നമുക്ക് മുഴുവൻ എന്താണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് എന്നുള്ളത് കേട്ട എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു പത്രത്തിൻ്റെ ഡൽഹി ലേഖകൻ ഉണ്ടാക്കിയിട്ടുള്ള നുണക്കഥ ഇവിടെ ആർക്ക് പ്രയോജനം ചെയ്യുന്നതാണിത്? ഇത് പ്രയോജനം ചെയ്യുന്നത് BJPക്കാണ്, അല്ലാതെ ഇത് വേറെ ആർക്കാണ് പ്രയോജനം ചെയ്യുന്നത്? നിങ്ങൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും BJPക്കെതിരെ ഏറ്റവും രൂക്ഷമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നരേറ്റീവിനെ, ഒരു നേതാവിനെ നിങ്ങൾ സംഘപരിവാർ അനുകൂലിയായിട്ട് ചിത്രീകരിക്കുക, നിരന്തരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അതേസമയം കോൺഗ്രസ്സിൽ യുവനേതാക്കളായിക്കോട്ടെ, ഇപ്പോൾ ഷാഫി പറമ്പിലക്കടക്കമുള്ള യുവനേതാക്കളായിക്കോട്ടെ, ആരായാലും ഇത്തരത്തിലുള്ള ദേശീയ വിഷയങ്ങളിൽ ഇവർ യാതൊരു തരത്തിലുള്ള പ്രചരണം നടത്തില്ല. കേരള സ്റ്റോറി എന്ന് പറയുന്ന കേരളത്തിനെതിരെയുള്ള നുണക്കഥയ്ക്കെതിരെ ആരാണ് പ്രചരണം നടത്തുന്നത്? ഇവിടുത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി അതിനെതിരെ നടത്തിയിട്ടുള്ളതുപോലെയാണ് വിദ്വേഷത്തിൻ്റെ യാതൊരു കഥകളും ഇവിടെ കേരളത്തിൽ ഓടില്ല എന്ന് പറഞ്ഞ് നടത്തിയിട്ടുള്ള സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയിട്ടുള്ള പ്രചരണം ഇന്ത്യയിലുടനീളം ചെറുപ്പക്കാരടക്കമുള്ള മനുഷ്യർ ഏറ്റെടുത്തിട്ടുള്ള കാര്യമാണ്. ഈ സാധനം നടത്തുന്ന ആരാണ്? ആ നടത്തുന്ന ആളെയും BJPയുടെ ഏജൻ്റായിട്ട് ചിത്രീകരിക്കുക. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പല സുഹൃത്തുക്കളും പരിചയമുള്ള ആളുകളൊക്കെ നമ്മളോട് പോലും ചാറ്റ് ബോക്സിലൊക്കെ വന്നതിന് ശേഷം ഇവരൊക്കെ BJPയുടെ ആൾക്കാരല്ലേ എന്ന് ചോദിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അഥവാ ആ നരേറ്റീവ് പല സ്ഥലത്തും എത്തുന്നുണ്ട്, ഈ വിനാശകരമായിട്ടുള്ള നരേറ്റീവ് എത്തുന്നുണ്ട്.
കാരണം ഭയപ്പെട്ടു നിൽക്കുന്ന മനുഷ്യരെ കൂടുതൽ പേടിപ്പിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അത്തരം ചെയ്യാനായിട്ടുള്ളൊരു സഹായങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഭൂരിപക്ഷം മനുഷ്യരും ഇത് വിശ്വസിക്കുമെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല. കാരണം അവരുടെ ജീവിതത്തിൽ അവർ കാണുന്നതാണ് എങ്ങനെയാണ് ഈ സർക്കാരിൻ്റെ ഇടപെടൽ എന്നുള്ളത്, ഈ മനുഷ്യരുടെ ഇടപെടൽ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ രീതിയിൽ വലിയ ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. അത് രണ്ട് തരത്തിലാണ്. ഒന്ന്, കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു സാമൂഹികമായിട്ടുള്ളൊരു മുന്നേറ്റമുണ്ട്. ആ മുന്നേറ്റം തുടർന്നു പോകാനായിട്ട് ഒരു ഇടതുപക്ഷ സർക്കാർ വരേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം. 2, ദേശീയതലത്തിൽ സംഘപരിവാറിനോട് ഇത്രയും ഫലപ്രദമായിട്ട് എതിർത്ത് നിൽക്കുന്ന മറ്റൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യങ്ങളായിക്കോട്ടെ, ഫിനാൻഷ്യൽ ഇക്കണോമിയായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമായിക്കോട്ടെ, അതേപോലെ തന്നെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വളർച്ചയോ ഇന്ത്യയുടെ മതേതരത്വത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടായിക്കോട്ടെ, അത് സംഘപരിവാറിന് വിരുദ്ധമായ ഒരു രാഷ്ട്രീയമുള്ള ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷം ഇവിടെ ഭരണത്തിൽ വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് സാധിക്കുമെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്.